ഹായ്, ഞാൻ ധന്യ. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ്. അല്പം സ്പൈസി ആയിട്ടുള്ള ഈ ബ്രെഡ് ടോസ്റ്റ് കൊച്ചുകുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്, സവാള ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, തക്കാളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, മല്ലിയില ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. ബട്ടർ എല്ലാം ഇപ്പം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ബ്രെഡിന്റെ സ്ലൈസ് ഞാൻ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ സ്ലൈസ് ആയിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ആ മുട്ടയുടെ മിശ്രിതത്തിൽ മുക്കി പാനിലേക്ക് വെച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെഡ് ടോസ്റ്റ് ആണിത്. സമയമില്ലാത്തവർക്കെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഒരു സ്ലൈസിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടി മുട്ടയുടെ ആ മിശ്രിതം തൂത്തു കൊടുക്കാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിടാം. ഇനി ഇതിന് മുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചീസ് വെച്ച് കൊടുക്കാം. ചീസ് വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നത് നല്ലതാണ്. ചീസ് നന്നായി മെൽറ്റായി കിട്ടും. ഞാനിവിടെ മൂടി വെക്കാൻ വിട്ടുപോയിരുന്നു, അതുകൊണ്ട് ചീസ് അത്രയധികം മെൽറ്റായില്ലായിരുന്നു. നമ്മുടെ ടേസ്റ്റിയും ചീസിയുമായിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റ് സാൻഡ്വിച്ചുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ മറ്റ് സ്ലൈസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചീസ് താല്പര്യമില്ലാത്തവർക്ക് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിൽ ഞാൻ ചീസ് വെച്ച് കൊടുക്കുന്നില്ല. ഈ രീതിയിൽ കഴിക്കാനും വളരെ ടേസ്റ്റിയാണിത്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.